ഞാനീ അമ്മു, ഹൻസിക, സിന്തോമ, കിറ്റുച്ച എല്ലാവരും ബാലി പോവാണ്. അപ്പൊ ഇനി അവര് വരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് ക്യാൻറ്റീനിലേക്ക് പോകും. അങ്ങനെ ആള് ഇപ്പൊ ബാത്റൂമിലേക്ക് പോയി. ഇത് എനിക്ക് തോന്നുന്നു ഇവർ കാനഡയിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിരുന്നു. അവർ കാനഡ തിരിച്ചു പോകാൻ നേരത്ത് ഇന്ന് കുറച്ച് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ദിയാകൃഷ്ണ അഭിനയമാണ് ഈ പറയുന്ന ഈശാനിയോട് കാണിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അത് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഓരോ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. നോക്കിയപ്പോഴാണ് ഇത് കാണുകയൊക്കെ ചെയ്തത്. ആ കൊച്ചു പോകുമ്പോൾ ദിയായിരുന്നു കരയുന്നതിൻ്റെയൊക്കെ വീഡിയോ ആണിത്. പിന്നെ അതുപോലെ തന്നെ സിന്ധു ആൻറ്റി വന്നിട്ട് ഇന്ന് കുറച്ച് ഇൻസ്റ്റേ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ വെക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഫൈനൽ വീഡിയോ ആയിരിക്കും ഇത്. ഇതോടെ തീരുവാണ് ഈ ഒരു യൂണിവേഴ്സിൽ. വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുക, അപ്പം ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ തൻവിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്തോ, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തോ. അപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, മെയിനായിട്ട് തന്നെ ഓക്കെ, നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ പോസ്റ്റാണ്, അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. ഇതാണ് ഇന്ന് ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ ഒരു പോസ്റ്റ്. അമ്മു, ഐ എം റിയലി സോറി ഫോർ ഓൾ ദിസ് ഹെയ്റ്റ് യു ആർ റിസീവിങ് ഓൺ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഫോർ ബീങ് there to support me and protecting me from my close one who chose to backstab me for their personal gains എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്ന് കുത്താൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് ഈ മകളാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അതിൻ്റെ ഹേറ്റ് മൊത്തം നീ ഏറ്റു വാങ്ങിയല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ പാസം, നിങ്ങളുടെ ഈ സ്നേഹം, ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാണിക്കാൻ വേണ്ടിയാണോ മേഡം ഇങ്ങനെ വന്നിടുന്നത്? ഇത് തന്നെ ആൾക്കാർക്കൊരു പ്രഹസനമായിട്ടേ തോന്നത്തുള്ളൂ. ഇത്രയും നാൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം വെറും ഒറ്റ ദിവസം കൊണ്ട് അത് മഹാനയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു കമൻറ്റും കൂടെ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങളെ ആൾക്കാരൊക്കെ ഹേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. മീൻസ് ഞാനൊരു ബ്ലോഗറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ ആക്കി സംസാരിക്കുന്ന ഒരു കുലപുരുഷൻ മെച്ചൂരിറ്റി ഒക്കെ ആയിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നത് നമുക്കറിയാവുന്ന വ്യക്തികളൊക്കെ തന്നെ ഞാനങ്ങ് വിഴുങ്ങുക അങ്ങ്. പണ്ട് ഇതിൻ്റെ അപ്പുറം എഴുതി പിടിപ്പിച്ച ടീംസൊക്കെയാണ് ഇപ്പോൾ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. അത് അതിനേക്കാളും രസകരമായിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ. എന്നുവെച്ചാൽ യൂട്യൂബിൻ്റെ അപ്പനാന്നുള്ള രീതിയിലെ സംസാരമൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് തുറന്ന് പറയുക ചെയ്യുന്നത്. ഇത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ ഫാമിലിയിൽ തന്നെ ആ സ്വർണ്ണത്തിൻ്റെ വിഷയം, സ്വർണ്ണത്തിൻ്റെ ഇവരുടെ OBOC ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ തട്ടിയിടാൻ ശ്രമിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന OC തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഹേറ്റ് ചെയ്ത വ്യക്തികൾ വരെ എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ടെന്നുള്ള കാര്യം. നല്ലതുണ്ട് നല്ലവരും, ചീത്ത പറയും. അല്ല, ഞങ്ങൾ അവിടെ ഇവിടെയും രണ്ട് വെള്ളത്തിൽ കളിക്കുന്ന ചിലവന്മാരൊക്കെ ഉണ്ട് വന്ന് വീഡിയോ ചെയ്തിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഹേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ എണ്ണം ദിയാകൃഷ്ണ രംഗത്ത് വന്നു, കൃഷ്ണകുമാർ രംഗത്ത് വന്നു എന്നൊക്കെ വന്നിട്ട് കോണ അടിച്ചിട്ട് പോകുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട്. കാരണം പുള്ളിയാണല്ലോ ഇവിടുത്തെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊമ്പത്തെ മാമൻ. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോഴും ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതൊക്കെ ഇടുമ്പോൾ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഞങ്ങളാണോ കാണേണ്ടത്? അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സോഷ്യൽ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും, ഇതിനെക്കുറിച്ച് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പോഴും നിങ്ങൾ തന്നെ ഓരോ കാര്യം സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് ഇട്ട് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴെന്താണ് ഇത് ഓരോരുത്തരും നമ്മളെ കൊണ്ടുവരും, കണ്ടില്ലേ ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ള ചോദിച്ചോട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അവരവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നത്. നമ്മളിങ്ങനെയാണ് നമ്മൾ സത്യം പറയാം നമ്മുടെ വീഡിയോയിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതും ഇടേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ആൾക്കാരൊരു പ്രഹസനമായിട്ടേ ഇത് കാണത്തുള്ളൂ. മോള് വേറെ എങ്ങും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. മോളോട് സോറി വേണമെങ്കിൽ സോറി പറ, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇച്ചിരി ഓവറായിട്ട് തന്നെ ആൾക്കാർ ഫീൽ ചെയ്യത്തുള്ളൂ. എനിക്കും തോന്നിയ കാര്യം വേണ്ടേ. ഇതിട്ട് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോഷനും വന്നിട്ടുണ്ട്. വിശ്വസിക്കാം പ്രഗതിയുടെ കരുത്തൽ എന്നും പറഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെയും കൊടുത്തിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് പ്രൊമോഷനും ആയല്ലോ. അപ്പോൾ പിന്നെ സുഖകരമായ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ അത്രയും വിഷയം നടന്നപ്പോഴും പുള്ളിക്കാരും പ്രൊമോഷനാണ് ചെയ്തത്. കാരണം ആൾക്കാർ എന്തായാലും സ്റ്റോറി ഇടും. ഞാനൊരു കാര്യം പറയാം, ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതുലിൻ്റെയും പിന്നെ നമ്മുടെ ജിനൂസിൻ്റെയൊക്കെ ഈ പറയുന്ന ഹൻസികയും കണ്ട് മിസ്റ്റേക്കും തമ്മിലെ എഴുതിയതും പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് എന്തെടുത്ത് ഇവന്മാരെ കാണാൻ വന്നു. ഇവരുടെ ഒരു സ്റ്റോറിക്ക് ഞാൻ കണ്ട് 10,000-15,000 വ്യൂ ഒരു സ്റ്റോറിക്ക്. അതുലിൻ്റെ അകത്ത് വന്ന് കണ്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ നേരത്തെ 10, 15, 20,000 വ്യൂവും കാര്യങ്ങളൊക്കെ ഇവരുടെ സ്റ്റോറിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ അഹാനയ്ക്കാണെങ്കിലും ഹൻസിബയ്ക്കാണെങ്കിലും ഇവർക്കൊക്കെ എത്ര സ്റ്റോറി വരും? ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ
ലക്ഷക്കണക്കിന് വരും. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ടീംസാണ്, 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. ഇതേ കിടക്കുക ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയാലും അവരെന്താ വന്നത്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യം വന്നിട്ട് അവർ പറഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല, ഒരു ബിസിനസ് മാത്രം. ഇത് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അന്തം കുറച്ച് ഫാൻസുകാർ. അയ്യോ എൻ്റെ കുഞ്ഞിനെ ഒന്നും പറയില്ലേ എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം. ഞാൻ ആ ഒരു സംഭവം കൊണ്ടു വെച്ച് തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ 60 days സ്കിൻ കെയർ ചാലഞ്ചാണ്. കണ്ടോ, പുള്ളിയുടെ സൺസ്ക്രീനൊക്കെ കൊടുത്ത് ലിങ്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആഹാ സംഭവം സെറ്റ്, അവർക്ക് പ്രൊമോഷനായി. ഇനി നമുക്ക് എനിക്ക് അഹാനയുടെ പോട്ടെ, ദിയയുടെ കാര്യം. ദിയക്ക് ഈ പറയുന്ന അവളോടൊന്നും വലിയ സ്നേഹമൊന്നും ഇല്ല, അതൊക്കെ വെറും പേഴ്സണൽ. കാരണം ദിയ എല്ലാവരും ആ രീതിയിലാണ്, നമ്മളും അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നല്ലതാകുമ്പോൾ നമ്മൾ നല്ലത് പറയണ്ടേ. ആ കുഞ്ഞിനോട് അത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ ഒരു വീഡിയോ ഞാൻ നിൽക്കുന്നു വെച്ച് തരാവേ. ഓസിയുടെ വീട്ടിലും ചന്ദമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഓസി ഒന്നും എണീച്ചിട്ടില്ല ഇതുവരെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓണം പൂക്കളം, ഇന്നലെ ഓണമായിരുന്നല്ലോ, പൂക്കളം അവനെ കൊണ്ട് അവിടെ മൊത്തം കുളമാക്കിപ്പിക്കാം. അതാണ് അവനൊരു സർപ്രൈസ്. ഓക്കെ, ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ അവളെത്രമാത്രം ആ ഫാമിലിയും തൻവിയും മോനെയും സ്നേഹിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെ. ഓക്കെ, കോവിലൊന്നും പിള്ളേരുടെ കരച്ചിലൊന്നും നമ്മുടെ വീഡിയോ വെക്കുന്നൊന്നുമല്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചും സംസാരിക്കാൻ വന്നതാണ്. പിന്നെ ഏതാ ഒരു അതേണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡീറ്റെയിലിംഗ് ഇതേപോലത്തെ ഒരു എഫേർട്ട് എല്ലാവരും ഇതുപോലത്തെ ഡീറ്റെയിലിംഗ് ചിന്തിക്കാത്ത പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഇൻവോൾവ് ഇൻ ദ ഹോൾ തിങ്. നമ്മുടെ പൂക്കൾ എന്ന് പറഞ്ഞൊരു ഈ അടുത്ത സമയത്ത് ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ. അത്യാവശ്യം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനത് കണ്ടു അത്യാവശ്യം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട മേക്കിംഗ് ഒക്കെ തന്നെയാണ്, കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് യു ഷുഡ് ബിക്കം എ ഫിലിം മേക്കർ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ലൈക്ക് ടു ഗുഡ്. Okay, so time is 3:55 and I have to make it live. I'm really stressed എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. അയ്യോ, ഞാനെല്ലാം ചെയ്തോ, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, അങ്ങനെ എന്തൊക്കെയോ ഒരിത്. ലൈവ് ആക്കട്ടെ? ഓക്കെ. അയ്യോ, എനിക്ക് പേടിയാവും. Have I done everything? Visibility, it's now unlisted. Hanska public ആക്കട്ടെ? Okay, public. പൂക്കൾ ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ. ആന കൃഷ്ണ, ഹൻസിക കൃഷ്ണ, നിമിഷ് ജി. ഓക്കെ, എൻ്റെ കൈ വിറയ്ക്കുന്നു. അയ്യോ, എൻ്റെ കൈ വിറയ്ക്കുന്നു. നോക്ക്. Oh God. ഓക്കെ, നല്ലതായിരുന്നു എന്തായാലും അവിടെ ആൽബവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ഞാൻ വായിക്കാനങ്ങ് മറന്നുപോയി. നമ്മുടെ സുനിത ദേവദാസ് യൂട്യൂബ്, എൻ്റെ പൊന്നോ, പുള്ളിക്കാരി എന്തൊക്കെയാണ്. അഹനെ പോലൊരു മകളെ വേണമെന്നാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആഗ്രഹം ഒരു ഫീൽ മാത്രം. അഹാനെ പോലൊരു മകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പേരൻസിനോടും സഹോദരനോടും അഹാനെ പോലെ പെരുമാറാൻ കഴിഞ്ഞെങ്കിൽ ലവ് യു അഹാനെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അഹാന വേണം, ലവ് യു റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി ഇട്ടിട്ട് ഒരു ഇതാണ്. വലിയ യൂട്യൂബറാണ്, 1 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. ഇതുപോലൊരു മകൾ വേണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്ത് മെസ്സേജാണ് ഈ പറയുന്ന അഹാന സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തത്? ഓക്കെ, തൻവി വന്നിട്ടൊരു വീഡിയോ ഇട്ടു. തൻവി ഇട്ട് കഴിഞ്ഞപ്പോൾ അഹാന ഇട്ടപ്പം ഓക്കെ, അഹാനയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കണേ, അവരമ്മയ്ക്ക് ഹേറ്റ് വന്നു എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവിടെ അമ്മൂമ്മയുടെ കാര്യങ്ങളും കുഴിയിലോട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്നതിൻ്റെ കാര്യം അതൊക്കെ ഞാൻ വിമർശിച്ച് തന്നെ സംസാരിച്ചത്. തൻവി വന്നിട്ട് കറക്റ്റ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോഴത്തേക്ക് കിടക്കുന്ന കിളി പോകുന്ന ഐറ്റങ്ങളാണ്, എല്ലാം കിളി പോകുന്ന ഐറ്റങ്ങളാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ആ ഒരു ഫാമിലിയുടെ ഒറ്റ വില കളഞ്ഞു കുടിച്ചത് ഈ ഒരു പെണ്ണാണ്. നമ്മളീ പറയുന്ന ഓസിയെ കടന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അവരുണ്ടാക്കി വെച്ചേക്കുന്ന ഹേറ്റിനേക്കാളും 10 ഇരട്ടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ഒരു ദിവസം കൊണ്ട് അവർ പോയത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ പിന്നെ സംസാരം മാത്രമേ ഉള്ളൂ.
ഇവർ ആ അമ്മൂമ്മയോട് കാണിക്കുന്ന രീതി ഒക്കെ അവർ ഭയങ്കര സ്റ്റാൻഡേർഡ് എല്ലാ കാര്യത്തിലും. എന്തിന് ഫുഡ് കഴിക്കുന്നതിന് പോലും ആ ഡിസിപ്ലിൻ കാണിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ആ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സുനിതയെ പോലുള്ളവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സുനിതയെ നാണോ മാനോ ഒന്നും ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉളുപ്പ് അതൊട്ടും ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും നിങ്ങളെയൊക്കെ വാക്കുകളൊക്കെ കേട്ട് ഇത്രയും ആൾക്കാരുണ്ടല്ലോ, 1 മില്യൺ സബ്സ്ക്രൈബർ, 10-11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ നെല്ലപ്പാറ്റം. ഞാൻ ആലോചിക്കുക എങ്ങനെയുണ്ടോ ഓരോ മനുഷ്യരെന്നൊക്കെ. കുറച്ചും കൂടെ തല കയറ്റുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വിവരം വേണം. ഇതുപോലൊരു മകൾ എന്ത് മെസ്സേജാണ് കൊടുത്തത്? എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങൾ? കഷ്ടം. ബേസിക്കലി എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെരി ഹാപ്പി. സൺഡേ ഡാനി ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മോഹൻലാലിനെ ശ്രീനിവാസിനെ ഏതൊരു സിനിമയുടെ കോമഡിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് ഡാനിയുടെ ഹോം നേഴ്സ് കഴിച്ചു തന്നു. അന്ന് ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം നമ്മൾ അങ്ങനെ ചാർജിൽ പോയത് സാർ. അപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് ഡാഡിക്ക് കൊലാപ്സായി ബാത്റൂമിലെന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാൻ ആംബുലൻസ് വിളിക്കുമ്പോഴും കിച്ചണിലെ ഡ്രൈവർ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പോകും ഹെവി ഓക്കെ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഫുട്ടേജസ് ഒക്കെ ഇട്ടുണ്ട്. എൻ്റെ മനസ്സിന് ഓക്കെ, ഞാൻ പെട്ടെന്ന് ഡാഡിയുടെ നോർമലായിട്ട് ഇരിക്കുമായിരിക്കും. ജസ്റ്റ് അനദർ എപ്പിസോഡ്, എപ്പോഴും പറ്റുന്ന പോലെ അതൊരു എപ്പിസോഡായിരിക്കും. ഡാഡി വാസ് ഡൂയിങ് വെൽ. ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി എന്ത് ടെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും എല്ലാം ഓക്കെ ആയിരുന്നു. എക്സെപ്റ്റ് ഈ ഒരു സ്ട്രോക്ക് വന്നതിൻ്റെയും ഒരു സർജറി കഴിഞ്ഞതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചെറിയ നോർമൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡാഡി വെന്റ്. അച്ഛനോട് സ്നേഹമുള്ളൊരു മകൻ. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ആ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ അമ്മയെ നോക്കണം. ഇപ്പം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും മാനിക്കത്തില്ല, ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയേണ്ട ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ലോകം നിന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യ അറിയപ്പെടുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു വ്യക്തിയാണ് പുള്ളി. ചില കാര്യത്തിൽ ഞാൻ പൊട്ടത്തിന് കിട്ടുന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ, ഉള്ളാരും പറയാനോ. ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു നാണക്കേടാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ഇനി ഇലക്ഷൻ വരുന്നുണ്ട്. സ്വന്തം കുടുംബം നന്നാക്കാത്തവനും ആണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ സിന്ധു മാമയുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ഇരുന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ ഇപ്പം 3G കിടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇട്ടാതിരിക്കാൻ നോക്കുക. ഇപ്പം തന്നെ വന്നിട്ട് പ്രഹസനം കാണിച്ച മോൾ ഇതെല്ലാം ഹേറ്റ് വാങ്ങി ആ അമ്മയോടുള്ള സ്നേഹവും ഇതൊക്കെ കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. പറഞ്ഞാൽ മനസ്സിലായത്? ഇപ്പം നിങ്ങൾക്ക് ലവ് ചിഹ്നം ഇടാൻ ആൾക്കാർ വരും, ആ ആൾക്കാർ തന്നെ നിങ്ങളെ തെറി വിളിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേർ, ആ വീട്ടിലേക്ക് ഇഷാനിയും ഹർഷയും ഓസിയൊക്കെ കളിക്കുക. ഓക്കെ ഗൈസ്, ഓക്കെ. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ. ഞാൻ അറിഞ്ഞു ഓരോ അപ്ഡേറ്റ് ആയിട്ട് വരും. ഓരോരുത്തരും നമ്മുടെ കൊണ്ടുതരും. അണ്ണാ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെയാണ്. പിന്നെ ഈ വീഡിയോ കാണേണ്ടവർക്ക് കാണാം, കാണാതിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ബ്ലോഗും ചെയ്യാം, ഒരു വിഷയമില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കാണുന്ന ചേട്ടനും ചേച്ചിമാരോടൊക്കെയാണ് പറയുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും പറയും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കുറേ ആയാലും ഇങ്ങനെ വീഡിയോ ഇടുന്നത്, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനിപ്പം യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. കൂടുതൽ ഞാൻ യൂട്യൂബിലാണ് ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതേ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വന്നിട്ട് കമൻറ്റ് മാത്രമല്ല ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എന്തിനും ഇങ്ങനെ ഇടുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങളത് ബ്ലോക്ക് ചെയ്തിട്ട് പോകണം. അതാണ് വേണ്ടത്. അല്ലാതെ വന്നിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ ഞാൻ ഇടും. ചിലപ്പോൾ എൻ്റെ മൂഡ് പോലെ 7 വീഡിയോ വരെയൊക്കെ ഞാൻ ഇടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യും. പറഞ്ഞു മനസ്സിലായി? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ അവസരം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടെ? അതുകൊണ്ട് ചിന്തിക്കുക. ഞാൻ ആരുടെയും കുടുംബം കലക്കാനോ ഒന്നുമല്ല വന്നത്. പിന്നെ അതുപോലെ തന്നെ ചില യൂട്യൂബർമാരൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയും വലിയ പുണ്യാളന്മാർ ചെയ്യുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ കൊമ്പത്തെ ഇപ്പോൾ കൃഷ്ണകുമാർ വന്നു, അവർ വന്നു, ഇവർ വന്നു എന്നൊക്കെ പറയും. ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയ ചിലപ്പോൾ നമ്മൾ മിസ്ലീഡിങ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ ഞാനൊരു ദിവസം 2 ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു പ്രശ്നം എടുത്ത് എൻ്റെ പോസ്റ്റ് ചെയ്തു. അത് എനിക്ക് 8 മണിക്കൂറിൽ കിട്ടിയ വ്യൂ എത്രയാണെന്നറിയാമോ? 15 വ്യൂ ആയിരുന്നു. ഒരു മിസ്ലീഡിങ് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അതൊരു 5000 പേര് കണ്ട്. സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, 5000 പേരോളം കണ്ട്. പക്ഷെ അതുകൊണ്ട് 5000 പേര് കണ്ട് മിസ്ലീഡിങ് കൊടുത്തെങ്കിലും ആ ഒരു വിഷയം ആൾക്കാരുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ ആൾക്കാരുടെ അടുത്ത് നമ്മൾ മിസ്ലീഡിങ് കൊടുക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ മിസ്ലീഡിങ് കൊടുക്കുന്നെങ്കിലും
ഞാൻ പറയാം, ആ വിഷയം ഇപ്പോൾ അഞ്ചുവ വിഷയത്തിലൊക്കെ ഞങ്ങൾ വീഡിയോ പറയുന്ന വേറെ എഴുതുന്ന വേറെ, പക്ഷേ എഴുതിയ സാധനം ഉണ്ടല്ലോ ആ നോട്ട് ചെയ്ത് വെച്ചോണം. അത് സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതുപോലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഈ ഒരു വിഷയമായിട്ട് ഞാൻ ചിലപ്പം വരത്തില്ല, ഇനി എന്തെങ്കിലും ഇടായിരുന്ന മതി, കിട്ടാൻ ചിലപ്പം വരുമായിരിക്കും. ബൈ, ലവ് യു ഓൾ. ഇതിൽ നിങ്ങൾ പറ വരണോ വേണ്ട എന്നൊക്കെ. ബൈ ബൈ. ചാനൽ സഭ്യത്തോടെ സഭ്യതയിൽ